നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ബാഴ്സലോണയും PSG-യും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. നമുക്കറിയാം, ആദ്യ പാദ മത്സരം PSG-യുടെ മൈതാനത്തായിരുന്നു നടന്നിരുന്നത്. 2-3 ഗോളുകൾക്ക് ആ മത്സരത്തിൽ ബാഴ്സലോണ വിജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാം FC ബാഴ്സലോണക്ക് അനുകൂലമാണ്. ഈ മത്സരത്തെക്കുറിച്ചുള്ള തന്റെ പദ്ധതികൾ ബാഴ്സയുടെ പരിശീലകനായ ചാവി വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഈ മത്സരം എന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതായത് ലീഡ് ഉണ്ട് എന്ന് കരുതി അതിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ബാഴ്സ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. നടക്കാൻ പോകുന്നത് ഒരു വലിയ ഫുട്ബോൾ യുദ്ധമാണെന്നും തങ്ങൾ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുമെന്നും ചാവി ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ആകെ ആഗ്രഹിക്കുന്നത് PSG-യിൽ നിന്നും പന്ത് തട്ടിയെടുത്ത് അറ്റാക്ക് ചെയ്യുക എന്നത് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വലിയ ഫുട്ബോൾ യുദ്ധമാണ്. തീർച്ചയായും ഞങ്ങൾ ഒരു ഗോളിന് മുന്നിലാണ്. അതൊരു മികച്ച കാര്യവുമാണ്. അതൊരു കൺഫർമേഷൻ കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെ ഏറ്റവും മികച്ച ടീമുകൾക്കെതിരെ പോരാടാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നതിൻ്റെ ഒരു കൺഫർമേഷൻ ആണ് അത്. ഒരു ക്ലബ്ബ് എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് ബാഴ്സലോണയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സ്വന്തം മൈതാനത്ത് തോൽവി ഏറ്റുവാങ്ങിയത് PSG-യെ സംബന്ധിച്ചിടത്തോളം ഏറെ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും PSG-യെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ജീവൻ മരണ പോരാട്ടമാണ്. തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. കിലിയൻ എംബപ്പെ കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങിയിരുന്നില്ല. അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ തിളങ്ങിയാൽ PSG-യെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണ് ചെയ്യുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു കാണാം.